ദൈവത്തെയൊക്കെ നിഷേധിക്കുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അറിവിനെ സംബന്ധിച്ചുള്ള കൺസെപ്റ്റ് ഇസ്ലാമിൻ്റെത് എന്ത്, ഈ പിന്നെ വെസ്റ്റേൺ ചിന്താഗതിയുടെ അടിസ്ഥാനം കിടക്കുന്ന ഗ്രീക്കിൻ്റെതെന്ത്, ക്രിസ്ത്യാനിറ്റിയുടേതെന്ത്, ഇവിടെയൊക്കെ ഇസ്ലാമിൻ്റെ മികവ്, ഇസ്ലാം ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഇസ്ലാമിൻ്റെതായ മഹത്വം മനസ്സിലാക്കിയിട്ടും അത് ഉൾക്കൊണ്ടുകൊണ്ടും പഠിച്ചുകൊണ്ടും ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മുസ്ലിം സമൂഹം കുറേ ആവും. കുറേ തത്വങ്ങൾ മാത്രം പറഞ്ഞതുകൊണ്ടായില്ല മുസ്ലിം സമൂഹം അതിനനുസരിച്ച് ആവണം. പലരും ഇപ്പോൾ ബർണാഡ് ഷാ ഇസ്ലാമിനെ പറ്റി ഒരുപാട് എഴുതിയപ്പോൾ മുമ്പരോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇസ്ലാമിൻ്റെ മഹത്വമൊക്കെ വല്ലാതെ പറയേണ്ടത്, നിങ്ങൾ മുസ്ലിമായി കൂടെ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഐ ഡു ലൈക്ക് ഇസ്ലാം ബട്ട് ഐ ഡോണ്ട് ലൈക്ക് മുസ്ലിംസ്. ഞാൻ ഇസ്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് ഇസ്ലാം വളരെ ഇഷ്ടമാണ്, പക്ഷേ മുസ്ലിങ്ങളെ നമുക്കത് ഇഷ്ടമാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കേവലം അതാണ് ഇസ്ലാമിൻ്റെ പ്രചരണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇസ്ലാമിന് വ്യാപ്തിയും പ്രചരണമൊക്കെ ഉണ്ടാവാൻ കാരണം എന്താണ്? റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനങ്ങളനുസരിച്ച് ജീവിക്കുന്ന ഒരു ഉമ്മത്തിനെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചു. ആ ഉമ്മത്ത് തന്നെയാണ് നമ്മളും ഇപ്പോൾ. പക്ഷേ ആ ഉമ്മത്തിൻ്റെ പ്രതിനിധികളാണ് നമ്മൾ, ആ ഉമ്മത്തിൻ്റെ പിൻഗാമികളാണ് നമ്മളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോഴേ എത്രത്തോളം ഇതിനനുസരിച്ചൊക്കെ ആണെന്നുള്ളത്. കാരണം തത്വങ്ങൾ കൊണ്ട് മാത്രമായില്ലല്ലോ. ഇറ്റ് ഈസ് ഈസിയർ ടു പ്രൊഡ്യൂസ് 10 വോളിയൂംസ് ഓഫ് ഫിലോസഫിക്കൽ റൈറ്റിംഗ്സ് ദാൻ ടു പുട്ട് 1 പ്രിൻസിപ്പിൾ ഇൻ ടു പ്രാക്ടീസ്. ദശക്കണക്കിന് തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതാനല്ല പണി, ഒരു തത്വം ജീവിതത്തിൽ പുലർത്താനാണ് പണി. സുബഹിക്ക് നേരത്തെ നീച്ച് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ പ്രസംഗിക്കാനല്ല നീച്ചാന പണി, അല്ലേ? അപ്പോൾ അതേപോലെ പ്രയോഗവൽക്കരിക്കാൻ ഇസ്ലാമിൻ്റെ തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പുലർത്തി കാണിക്കുമ്പോഴേ അത്തരമൊരു ഉമ്മത്ത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതചര്യ, ഇനിയിപ്പോൾ അടുത്ത വിഷയത്തിൽ അതാണ് വരിക. ആ ജീവിതചര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതചര്യയുടെ പതിപ്പുകളാവാൻ, അതിന് നമ്മളെ കൊണ്ടാവുന്ന തരത്തിലുള്ള പതിപ്പുകൾ, റസൂലുള്ളാഹി സഹാബത്തിനെ പറ്റിയൊന്നും നമുക്കാകാൻ പറ്റുമല്ലോ, അതിനെ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും നിലപാടുകളൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ആഘോഷം, ഈ നബിദിന ആഘോഷം അത് ഫലവത്താക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ജമാഅത്തിന് കഴിയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സരസമായ യുക്തിപൂർവമായി തന്നിലർപ്പിതമായ വിഷയം അവതരിപ്പിച്ച് വിരമിച്ച ബഹുമാനനായ ഹംസ സാഹിബ് അവർക്ക് ഈ സംഘത്തിൻ്റെ നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ്. അടുത്ത വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സുഹൃത്തും നേതാവുമായ ഇബ്രാഹിം വഹാബി തോണിപ്പാടം അവരുടെ അധ്യക്ഷർക്ക് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه